8-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചുവെന്ന് കരുതപ്പെടുന്ന പത്മനാഭസ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ 108 മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ആനന്ദശൈലിയിലുള്ള മഹാവിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. വിഷ്ണുഭക്തനായ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ക്ഷേത്രത്തിൽ വലിയ തോതിലുള്ള പുനരുദ്ധാരണ പ്രവൃത്തികളും നിർമ്മാണങ്ങളും നടന്നത്. കൊല്ലവർഷം 861 തീപിടുത്തത്തിന് ശേഷമായിരുന്നു ക്ഷേത്രഗോപുരത്തിൻ്റെ 5 നിലകളുടെ പണി പൂർത്തിയായത്. പിന്നീട് 6-7 നിലകൾ ധർമ്മരാജാവിൻ്റെ കാലത്താണ് പൂർത്തിയാക്കിയത്. 18 അടി നീളം വരുന്ന വിഗ്രഹം തമിഴ് ശൈലിയിൽ നിർമ്മിച്ച് 7 നിലകളോടുകൂടിയ ശില്പചാരുതയുള്ള കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിൻ്റെ മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖമുദ്രയാണ്. ക്ഷേത്രഗോപുരത്തിൻ്റെ കരിങ്കല്ലിൽ തീർത്ത ശില്പങ്ങളും ക്ഷേത്രത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ശീവേലിപ്പുരിയും ഒറ്റക്കൽ മണ്ഡപവുമാണ്. ശീവേലിപ്പുരിയിൽ 365 കരിങ്കൽ തൂണുകളുണ്ട്. ഓരോ കരിങ്കൽ തൂണും ഒറ്റക്കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. ഏകദേശം 4000 ആശാരിമാരും 6000 തൊഴിലാളികളും 100 ആനകളും ചേർന്ന് 6 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി എന്നത് വിസ്മയിക്കുന്ന ചരിത്രമാണ്.